ഒരു തുള്ളി എണ്ണ ഉപയോഗിക്കാതെ പച്ചവെള്ളത്തിൽ നമുക്ക് മീൻ വറുത്തെടുക്കാമെന്നേ. നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെ വറുത്ത മീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ടേസ്റ്റ് വ്യത്യാസവുമില്ല, വളരെ ടേസ്റ്റാണ്. നമ്മൾ മീൻ എണ്ണയിൽ വറുക്കുന്നത് എങ്ങനെയോ അതുപോലെ തന്നെ ഉള്ള ടേസ്റ്റും അതുപോലെ തന്നെ കാണാനും അതുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. ഇത് കൊളസ്ട്രോൾ ഉള്ളവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും ഹെൽത്ത് നോക്കുന്നവർക്കും ഒക്കെ വളരെ നല്ലതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാൽ. അതിനോട്ട് ഞാൻ ഫിലോപ്പിയ മീനാണ് എടുത്തിരിക്കുന്നത്. 4 കഷ്ണം മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മരഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഒരു മസാല ഉണ്ടാക്കി ഒന്ന് പുരട്ടി കൊടുക്കണം. അതിനായിട്ട് ഞാൻ 1.25 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾക്ക് പച്ചവെള്ളം ഉപയോഗിച്ച് കുറച്ച് പച്ചവെള്ളം ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു തുള്ളിയും കൂടി ആവശ്യമുണ്ട് വെള്ളം. കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു. ഇപ്പം മതി. ഇപ്പം ഏകദേശമൊക്കെ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ആ മസാല നമ്മൾക്ക് ആ മീനിൽ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. എല്ലാ സ്ഥലത്തും എത്തുന്ന വിധത്തിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അതുപോലെ അതിൻ്റെ ആ മീനിൻ്റെ ഉള്ളിലും ഒക്കെ നമുക്കിതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമ്മൾ മീൻ വറുക്കാനായിട്ട് എങ്ങനെയോ മസാല തേക്കുന്നു അതുപോലെ തന്നെ നമുക്കൊന്ന് തേച്ച് പിടിപ്പിച്ച് എല്ലാ സൈഡിലും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു അരമണിക്കൂർ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടും. അതിനി അത് ഫ്രീസറിലല്ല, പുറത്ത് വെച്ചാലും മതി. കുറച്ച് നേരം ഇരിക്കുമ്പോൾ ആ മീനിൽ അതിൻ്റെ ആ എരിവും അതുപോലെ തന്നെ ആ ഉപ്പും ഒക്കെ നന്നായിട്ട് പിടിച്ച് നമുക്ക് കിട്ടും. ഇപ്പം ഞാൻ ഒരു 10 മിനിറ്റ് ഞാൻ പുറത്ത് വയ്ക്കുകയാണ്. അത് ഞാനിപ്പോൾ മസാലകളൊക്കെ തേച്ച് ഞാനതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആ സമയം നമ്മൾ പച്ചവെള്ളത്തിൽ മീൻ വറുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ച് മസാല കൂടുതൽ വേണം. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തു. അതിനുശേഷം അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ലേശം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. എത്രയൊക്കെ മതി. ഇനി കുറച്ച് ഉപ്പും കൂടി 1 ടീസ്പൂണോളം 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആ മസാല ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്തതുപോലെ തന്നെ പച്ചവെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമുക്ക് പച്ചവെള്ളത്തിൽ നമ്മൾ വറുത്തെടുക്കുന്നത് കൊണ്ട് തന്നെ മസാലകൾ ഇച്ചിരി കൂടുതൽ വേണം. നമ്മൾ എണ്ണയിലല്ലല്ലോ വറുത്തെടുക്കുന്നത്. അപ്പം അതിനായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഒരു മസാലയും കൂടി ഉണ്ടാക്കിയത്. ഇനി ഒരു പുളിക്ക് പിന്നെ ഒരിതിൽ കറിവേപ്പില ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു. ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം. അതായിരിക്കും നല്ലത്. അതിനുശേഷം വീണ്ടും അതൊന്ന് ഇളക്കി യോജിപ്പിച്ചു. വീണ്ടും ഒരിച്ചിരി വെള്ളം കൂടി ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി ഞാനൊരു ലേശം വിനാഗിരി, ആപ്പിൾ സിഡർ വിനാഗിരിയാണ് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഞാൻ ആപ്പിൾ സിഡർ വിനാഗിരി ഞാനൊരു ടൊമാറ്റോ സോസിൻ്റെ കുപ്പിയിലിട്ട് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഞാനത് കാണിച്ചത്. ഇനി നമുക്ക് ആ മസാല റെഡിയായി അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചു. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു 3/4 കപ്പോളം പച്ചവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഒന്ന് മൂടി വെച്ചാൽ നമ്മുടെ വെള്ളം പെട്ടെന്ന് തിളച്ച് കിട്ടും. അതിനായിട്ട് ഞാൻ ഒന്ന് മൂടി വയ്ക്കുകയാണ്. 2 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കും. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, കണ്ടോ? നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന ആ മീൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു തുള്ളി എണ്ണ പോലും നമ്മൾ മീനിന് മസാലയിലും ചേർത്തില്ല, അതുപോലെ നമ്മൾ വറുക്കുന്ന ആ വെള്ളത്തിലും ചേർത്തില്ല കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ,
നമ്മൾ പച്ച വെള്ളത്തിലേക്ക് നമ്മുടെ മീനിട്ട് കൊടുത്തു. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ, നമ്മളുടെ മീനൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തുറന്ന് നോക്കി, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. വീണ്ടും ഞാൻ അതുപോലെ തന്നെ അടച്ചു വെച്ചു. ഇപ്പോൾ ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഞാനൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. പതുക്കെ ഇതുപോലെ മീഡിയം ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ അതിൻ്റെ ഫ്ലെയിം വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ സൂക്ഷിച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ പച്ചവെള്ളത്തിലാണല്ലോ കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് പതുക്കെ ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ആ മീൻ വെന്ത്, അതുപോലെ തന്നെ അതിലുള്ള ആ മീനിൽ കുറച്ച് എണ്ണയും നെയ്യും അതുപോലെ ഒക്കെ ഉണ്ടല്ലോ, അതിൽ തന്നെ കിടന്ന് അതൊന്ന് മൊരിഞ്ഞ് കിട്ടണം നമുക്ക്. വീണ്ടും ഞാൻ മറിച്ചിട്ടതിന് ശേഷം മൂടി വെച്ചു. മീഡിയം ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ശേഷം ഞാൻ തുറന്ന് നോക്കിയുണ്ടോ, നമ്മളുടെ മസാലകളൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഞാൻ വീണ്ടും ഒന്ന് മറിച്ചിടാൻ നോക്കുകയാണ്. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ. വീണ്ടും ഞാൻ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. നമ്മുടെ മീനൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് മറിച്ചിട്ടാൽ മതി. മീൻ അത് പിടിക്കത്തില്ല, അടർന്നു പോകത്തില്ല, പൊടിഞ്ഞു പോകത്തില്ല നമ്മുടെ മീൻ. ഇപ്പം പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമ്മൾ നേരത്തെ കൂട്ടി വച്ചിരിക്കുന്ന മസാല എടുക്കാം. ഇനി ആ മസാല നമുക്ക് ആ മീനിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. അതിനായിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഞാൻ ആ മസാല ആ മീനിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം. മസാല മുഴുവനും ഞാൻ അതുപോലെ അതിൻ്റെ മുകളിലേക്കൊന്ന് പുരട്ടി കൊടുത്തു. അതിൻ്റെ ഉൾഭാഗത്തും ഒക്കെ ആയിട്ട് നമ്മളുടെ മസാല മുഴുവൻ അങ്ങ് പുരട്ടി കൊടുത്തു. വീണ്ടും ഒരു 2-3 മിനിറ്റ് അതവിടെ ഒന്ന് ഇരിക്കട്ടെ. ആ മസാലകളൊക്കെ അവിടെ ഒന്ന് പിടിക്കട്ടെ നമ്മളുടെ മീനിൽ. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് മറിച്ചിട്ടു. നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും നല്ലത് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ. കാരണം നമ്മളുടെ മീൻ നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ ഒട്ടും അടിയിൽ പിടിക്കത്തില്ല, അതുപോലെ പൊടിഞ്ഞു പോകത്തുമില്ല. ആ മസാലകളൊക്കെ നമുക്ക് അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് കോരി വെച്ച് കൊടുക്കാം. മസാലകളില്ലാത്ത സ്ഥലത്ത് നമ്മളുടെ മസാലകൾ പാനിൽ കിടക്കുന്ന മസാലകളൊക്കെ ഒരു സ്പൂൺ കൊണ്ട് കോരി ആ മീനിൻ്റെ മുകളിലേക്കൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കണ്ടോ, നമ്മൾക്കിപ്പോൾ എണ്ണയിൽ എന്തോരം എണ്ണ ഒഴിച്ചാലാണോ അത് എണ്ണ മുഴുവൻ ആ മീൻ കുടിക്കും അല്ലേ. അപ്പം നമ്മളുടെ ഹെൽത്തിനും അത് അത്ര നല്ലതല്ല. നമ്മൾ മീൻ വറുത്ത് എപ്പോഴും കൂട്ടുന്നത് നല്ലതല്ല. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾക്ക് മീൻ വറുത്ത് കൂട്ടുകയാണെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് ഒരു ദോഷവുമില്ല. നമ്മളുടെ ആ മീനിലുള്ള എല്ലാ ഗുണങ്ങളും നമ്മൾക്ക് കിട്ടുന്നതാണ്. എണ്ണ ഉപയോഗിക്കുമ്പോഴാണ് നമ്മളുടെ മീനിൻ്റെ ഉള്ള ഗുണം കൂടി പോകുന്നത്. കൂടുതൽ എണ്ണ ഈ മീൻ വലിച്ചെടുക്കുമല്ലോ നമ്മൾ വറക്കുമ്പോഴാണ്. പിന്നെ നമ്മൾ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ നമ്മൾ വറുത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ഹെൽത്തിന് ഒരു ദോഷവുമില്ല. ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ടേസ്റ്റിന് ഒരു കുറവുമില്ല. കണ്ടോ, അപ്പോൾ ആ മസാലകളെല്ലാം നമ്മളുടെ മീനിൽ പിടിച്ചിട്ടുണ്ട്, അത് വറ്റി വന്നിട്ടുണ്ട്. ഇനി അത് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം.
ഉണ്ടോ? ഇപ്പം നമ്മളുടെ മീനൊക്കെ നല്ല ഡ്രൈ ആയിട്ട് മസാലകളൊക്കെ പിടിച്ച് അതിൻ്റെ ആ നെയ്യിലും അതുപോലെ അതിലുള്ള ഒമേഗയിലും ഒക്കെ കിടന്ന് ഒമേഗ 3 ഫാറ്റൊക്കെ ഇതിനകത്തുണ്ടല്ലോ ധാരാളം. അതിൽ കിടന്ന് അത് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടോ? ഓരോ കഷ്ണവും എടുത്ത് നമ്മൾക്ക് ഇതുപോലെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളുടെ മീൻ ഒട്ടും പൊടിഞ്ഞു പോയിട്ടില്ല. അത് ഒരു ലേശം ഒന്ന് സൂക്ഷിച്ചാൽ മതി. നമ്മളുടെ മീൻ ഒട്ടും മസാലകളെല്ലാം നമ്മളുടെ മീനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റാണ് കഴിക്കാനും. നമ്മൾ എണ്ണയിൽ വറുത്ത അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അതിലുള്ള മസാലകൾ ഒക്കെ ഞാനൊന്ന് വടിച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ മീനിൻ്റെ മുകളിലേക്ക് വച്ച് കൊടുത്തു. അങ്ങനെ വളരെ ടേസ്റ്റായിട്ടുള്ള അതുപോലെ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ പച്ചവെള്ളത്തിൽ നമ്മൾ വറുത്തെടുത്ത മീനാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കേ, ബൈ ബൈ.